നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. ബിഗ് ബോസിൽ പോയിട്ടുള്ള ഏത് കണ്ടസ്റ്റന്റിനാണ് ഇത്ര സൗന്ദര്യം ഉള്ളത്? കഴിഞ്ഞ 7 സീസണിൽ പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു സാധനം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ബിഗ് ബോസിൽ പോയത് വേറെ എന്തൊക്കെയോ വഴിയാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊന്നും സൗന്ദര്യമില്ല എന്നാണ് പറഞ്ഞത്. അതിനും പിന്നെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. സത്യഭാമ ചേച്ചീനെ സംബന്ധിച്ച് സൗന്ദര്യമുള്ളത് അവർക്ക് മാത്രമാണ്. കാരണം ഇടതൂർന്ന മുടിയും നല്ല ചക്കപ്പൊട്ടും പിന്നെ ചുണ്ടിൽ നല്ല ലിപ്സ്റ്റിക്കും ഉള്ളതാണ് സൗന്ദര്യ കോൺസെപ്റ്റ്. ഈ അഹങ്കാരം പിടിച്ചൊരു ലേഡീനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഒരു വിഷയം എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഇവർക്കറിയില്ല. ഇവരെ വിചാരം ഇവരുടെ ഈ സംസാരം എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇത് എത്രത്തോളം റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം നന്ദനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടീനെ വളരെ മോശമായ രീതിയിലാണ് ഈ സ്ത്രീ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലോറി കയറിയ മുഖമെന്നും ഭിത്തിയിൽ വരേണ്ട രൂപമാണ് നിന്റെ എന്നും നീ ബിഗ് ബോസിൽ പോയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാമെന്നും. ഇതിനോടൊക്കെ ആർക്ക് എങ്ങനെ യോജിക്കാൻ പറ്റും? ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കും.